ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ഞാൻ കുറച്ച് ചെറിയുള്ളി, ഒരു അത്യാവശ്യം ഒരു വലിയ പീസ് ഇഞ്ചി, 2 പച്ചമുളക്, ഒരു കൈപ്പിടി വരുന്ന മല്ലിയില കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷാക്കി എടുക്കണം. ഒരുപാട് പേസ്റ്റ് പോലെ അരിഞ്ഞു പോകണ്ട. അപ്പോൾ അതാ ഇഞ്ചിയും 2 പച്ചമുളകും ഉള്ളിയും കൂടി ആദ്യം ഒന്ന് ക്രഷാക്കാം. അതിനുശേഷം മല്ലിയില കൂടി ഇട്ടിട്ടൊന്ന് ക്രഷാക്കി എടുക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ്. ലൈക്ക് കമൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും കാണുമ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നോളൂ കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം പാട് കൃഷിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗ്രീൻ ബീൻസ് ആണ് കേട്ടോ. 250 ഗ്രാം, 1/4 കിലോ ഗ്രീൻ ബീൻസ് ആണ് എടുത്തിട്ടുള്ളത്. ഈ ഗ്രീൻ ബീൻസ് ഒരു 5-6 മണിക്കൂർ നന്നായിട്ട് കഴുകിയതിന് ശേഷം 5-6 മണിക്കൂർ നമ്മൾ ഒന്ന് സോക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ. നന്നായിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇത് ഫ്രോസൺ ഗ്രീൻ ബീൻസ് അല്ല, സാധാരണ നമ്മൾ കൂട്ടാനൊക്കെ വെക്കാൻ എടുക്കുന്ന ഗ്രീൻ ബീൻസ് ഇല്ലേ, അതാണ് കേട്ടോ. അത് നമുക്കിതുപോലെ ഒന്ന് ക്രഷാക്കി എടുക്കാം. അപ്പോൾ ഒരുപാട് മാവ് പോലെ അരക്കണ്ട കേട്ടോ. ചെറിയ തരിതരിപ്പോടുകൂടി തന്നെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഈ ബാക്കിയുള്ള ഗ്രീൻ ബീൻസ് എല്ലാം ഇതുപോലെ തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം. നാലുമണി ചായക്കും അതുപോലെ തന്നെ ഇഫ്താർ സ്നാക്കായിട്ടുമൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എപ്പോഴും നമ്മൾ ചിക്കനും മുട്ടയും ബീഫും ഒക്കെ ഉപയോഗിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കിതുപോലെ വെജിറ്റബിൾ കൊണ്ടൊക്കെ നമുക്കിതുപോലെ സ്നാക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റായിട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ റെഡിയാക്കി നോക്കിക്കോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് മുഴുവനും ഞാനിവിടെ ക്രഷാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉരുളൻകിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് കൈകൊണ്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ കൊണ്ട് ഒരു പാത്രത്തിലിട്ടൊന്ന് നന്നായിട്ട് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടോണ്ട് കൈകൊണ്ട് ഒന്നിങ്ങനെ ഇതാക്കുമ്പോൾ തന്നെ എന്താ പറയുക, നന്നായിട്ട് പൊടിഞ്ഞു വന്നോളൂ. ഇതെല്ലാം പാട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലെക്സ് ആണ്. അതൊരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. നിങ്ങൾക്ക് എത്ര എരിവ് വേണം അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ കടലമാവ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ആരെങ്കിലും റെഡിയാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കണം കേട്ടോ. ഇനി ഇത് ഈ ചില്ലി ഫ്ലെക്സും അതുപോലെ തന്നെ എന്താ പറയുക കടലമാവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ കടലമാവ് കറക്റ്റ് പാകമാണ് കേട്ടോ. ഗ്രീൻ ബീൻസ് കഴുകി നമ്മൾ എടുക്കുന്ന സമയത്ത് ഊറ്റി എടുക്കണം കേട്ടോ. അതിൽ വെള്ളമൊന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല. വെള്ളമൊന്നും ഇല്ലാതെ ഊറ്റി വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം പാട് കൈകൊണ്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ സാധാരണ നമ്മൾ പരിപ്പോടെയൊക്കെ തയ്യാറാക്കൂലേ, ആ ഒരു ഷേപ്പിലാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. ഈ കയ്യിൽ ഒട്ടിപ്പിടിക്കണ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കൂല. അപ്പോൾ ഇതുപോലെ നമ്മൾ സാധാരണ പരിപ്പോടെയൊക്കെ തയ്യാറാക്കുന്നത് ഇങ്ങനെയല്ലേ, ഈ ഒരു രീതിയിലല്ലേ. അപ്പോൾ ഈ രീതിയിലാണ് ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നത്. ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകുമോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇത് നല്ല സിമ്പിളായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ഷേപ്പിൽ വേണമെങ്കിൽ ഇങ്ങനെ റെഡിയാക്കി എടുക്കാം, അല്ലെങ്കിൽ ഉണ്ട പോലെ ബോൾ പോലെ ഇങ്ങനെ വേണമെങ്കിൽ അങ്ങനെ റെഡിയാക്കി എടുക്കാം. ഞാൻ സാധാരണ പരിപ്പോട കട്ട്ലേറ്റൊക്കെ നമ്മൾ റെഡിയാക്കുന്ന രീതിയിലാണ്, പട്ടത്തിലാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ എനിക്കൊരു 19 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. 19 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ പൊരിക്കണമെങ്കിൽ അങ്ങനെയും പൊരിക്കുക. കുറച്ച് ഓയിൽ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിലേക്കൊരു 2 വെളുത്തുള്ളി എന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലൂടെ ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി ചേർത്തത് ഈ എണ്ണയിലേക്ക് ആ വെളുത്തുള്ളിയുടെ ഫ്ലേവറൊക്കെ ഇറങ്ങും, കറിവേപ്പിലയുടെയൊക്കെ. അപ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തത് കേട്ടോ. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. ഒരുപാട് ഓയിലൊന്നും മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഓയിൽ മാത്രം മതിയാകും. എന്നിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ചു വിട്ടിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം.
ഒരു ഭാഗം ആയതിനു ശേഷം മാത്രം നമ്മളിത് തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് 2 ഭാഗവും ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കണ്ട. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് അവസാനം വരെയൊക്കെ എത്തുമ്പോൾ കുറച്ച് ചൂട് കൂടുതലാണെങ്കിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. എണ്ണയുടെ ചൂട് ഒരുപാട് കൂടിപ്പോകും കുറഞ്ഞു പോകും ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ പുറം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ല അടിപൊളി സ്നാക്കാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോ. അഭിപ്രായം അറിയിക്കാനും മറക്കരുത് കേട്ടോ. നല്ല ചൂടുണ്ട്. ചൂടോടുകൂടി തന്നെയാണ് ഞാൻ കാണിച്ചു തരുന്നത്. കണ്ടോ, അടിപൊളി ടേസ്റ്റാണ്. വിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കണ്ട. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.